നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഒരത്ഭുതമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സൃഷ്ടിച്ചതെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ വെട്ടുകാട് ആലത്തിയൂർ നാരായണൻ നമ്പി സ്മാരക അങ്കണവാടിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. നെടുമംഗല്യത്തിനും സുഖ ദാമ്പത്യത്തിനും വ്രതം നോൽക്കുന്ന തിരുവാതിരയാഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കാൻ ക്രമീകരണങ്ങളായി. മറ്റ് ശിവക്ഷേത്രങ്ങളിലും തിരുവാതിരയ്ക്കായി വിപുലമായ ഒരുക്കങ്ങൾ. ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീതി പരത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. കരിക്കാട് സ്വദേശി സബിത്താണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. പെരുമ്പടപ്പ് വന്നേരി നൂണക്കടവ് കോൾപ്പടവിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തി. പാടശേഖരങ്ങളിലെ ഉപതോടുകളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. വിശദമായ വാർത്തയിലേക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരത്ഭുതമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സൃഷ്ടിച്ചതെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ വെട്ടുകാട് ആലത്തിയൂർ നാരായണൻ നമ്പി സ്മാരക അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനു ശേഷം നേരത്തെ കണ്ട രൂപവും ഭാവവുമല്ല ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത്. നേരത്തേതുപോലുള്ള വിദ്യാഭ്യാസ രീതിയല്ല നിലവിൽ അവലംബിക്കുന്നത്. ശാസ്ത്രീയമായ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉന്നതതല നിലവാരമാണ് അക്കാദമിക് മേഖലയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മികച്ച അധ്യാപികമാർ, മികച്ച മാനേജ്മെന്റ്, താൽപര്യപൂർവ്വം പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ്മ കേരളം കണ്ട അദ്ഭുതമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാമ്പത്തിക മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വലുതാണ്. ഇത്തരം മാറ്റങ്ങളുടെ കരുത്തിൽ നിന്നുകൊണ്ടുവേണം നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന അനാരോഗ്യ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാനും പോരാടാനും. വരും തലമുറയെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രൈമറി തലം തൊട്ട് സർക്കാർ നടത്തിവരുന്ന വിദ്യാഭ്യാസ ക്ഷേമ പരിപാടികളുടെ കാതലെന്നും മന്ത്രി ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അത്ഭുതമായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നേരത്തെ കണ്ട രൂപവും ഭാവവുമല്ല ഇപ്പോൾ വിദ്യാലയങ്ങൾക്കുള്ളത്. നമ്മൾ നേരത്തെ കേട്ടതുപോലുള്ള വിദ്യാഭ്യാസമല്ല അവിടെ നടക്കുന്നത്. ശാസ്ത്രീയമായ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉന്നത നിലവാരമാണ് അക്കാദമിക മേഖലയിൽ നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മികച്ച അധ്യാപകന്മാർ, മികച്ച മാനേജ്മെൻറ്റ്, താൽപര്യപൂർവ്വം പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവരുടെ ഒരു കൂട്ടായ്മ കേരളം കണ്ട അത്ഭുതമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അങ്കണവാടി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ V ധന്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ MB പ്രവീൺ, M പീതാംബരൻ, പഞ്ചായത്ത് അംഗം NS ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടി വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ ലയൺസ് ക്ലബ് സംഭാവന ചെയ്ത കസേര, ബാഗ് എന്നിവ ഭാരവാഹികളായ വിനീത് മോഹൻ, സുന്ദർ ഭാസ്കർ, പോളി ഫ്രാൻസിസ്, PK മനോഹരൻ എന്നിവരിൽ നിന്നും മന്ത്രി ഏറ്റുവാങ്ങി. ആലത്തിയൂർ നാരായണൻ നമ്പിയുടെ കുടുംബാംഗങ്ങൾ സംഭാവന ചെയ്ത 3 സെന്റ് ഭൂമിയിലാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത്. നാരായണൻ നമ്പിയുടെ സഹധർമ്മിണി ശ്രീദേവി അന്തർജനത്തെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പെട്രോൾ പമ്പുകളും തിങ്കളാഴ്ച രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ അടച്ചിടുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയനിൽപ്പെട്ടവർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. 12 ദിവസം നീണ്ടുനിന്ന തിരുവാതിര മഹോത്സവ ചടങ്ങുകൾ പൂർത്തിയായി. ജനുവരി 2 രാവിലെ 7:30 തിരുവാതിര വിളംബര വാഹനത്തിന്റെ അകമ്പടിയോടെ ചേർപ്പിലുള്ള ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലത്തുനിന്നും ശ്രീപാർവതിക്ക് ചാർത്താനുള്ള പട്ടും താലിയും ചൊവ്വല്ലൂരിലെത്തിച്ചതോടെയാണ്
തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തിരുവാഭരണങ്ങളും ശ്രീപാർവതി ദേവിക്കുള്ള വിവിധ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയും പട്ടും താലിയും മറ്റും വാദ്യാഘോഷങ്ങളുടെയും താലവൃന്ദങ്ങളുടെയും നാമജപത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് ശ്രീപാർവതിയുടെ നടയിൽ സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പട്ടും താലിയും ദേവിക്ക് ചാർത്തിയാണ് പട്ടും താലിയും സമർപ്പിക്കുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ഭക്തജനങ്ങളും പട്ടും താലിയും സമർപ്പിച്ചിരുന്നു. തിരുവാതിര മഹോത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ 12 ദിവസങ്ങളിലും വിശേഷാൽ അഭിഷേകം, അർച്ചന, പൂജ, വേദജപം, വേളിയോത്ത്, പുരാണ പാരായണം, ബ്രാഹ്മണിപ്പാട്ട്, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ നടന്നിരുന്നു. കൂടാതെ ഭക്തജനങ്ങൾക്കായി ദിവസവും അന്നദാനവും നടന്നിരുന്നു. ക്ഷേത്ര മൈതാനിയിൽ വൈകുന്നേരങ്ങളിൽ വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി, നൃത്തങ്ങൾ, മറ്റു കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. തിരുവാതിര ദിവസമായ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. രാവിലെ മുതൽ പാർവതീദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കാൻ സ്ത്രീകളുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിലുണ്ടാകുക. ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തജനങ്ങൾ തിരുവാതിര ദിവസത്തിൽ ചൊവ്വല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താനെത്തും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കുഴിപ്പുറമില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ്, E പ്രഭാകരൻ എന്നിവർ തിരുവാതിര മഹോത്സവത്തിന് നേതൃത്വം നൽകും. നന്ദൻ ചികിത്സാ സഹായ നിധിയിലേക്ക് ആവശ്യമായ തുക ലഭിച്ചതിനാൽ ധനശേഖരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അറിയിച്ചു. ഇതുവരെ 36,80,465 രൂപയാണ് ചികിത്സാ സഹായ നിധിയിലേക്ക് ലഭിച്ചത്. ഇതുവരെ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച എല്ലാവർക്കും യോഗം നന്ദി അറിയിച്ചു. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്ന നന്ദനെ വെല്ലൂർ CMC ആശുപത്രിയിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള പരിശോധനകൾ ആരംഭിച്ചു. പെരുമ്പിലാവ് ആൽത്തറ നെടിയടത്ത് വീട്ടിൽ നന്ദനാവശ്യമായ മജ്ജ സഹോദരൻ ശിവനാണ് നൽകുന്നത്. ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീതി പരത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി 25 വയസ്സുള്ള കൊയ്ത്തുതറമൽ സബിത്താണ് പിടിയിലായത്. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ചേലക്കടവ് താമസിച്ചിരുന്ന വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് ശനിയാഴ്ച പുലർച്ചെ സ്ഫോടക വസ്തു കത്തിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വീട്ടുകാർ അകത്തായതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത്. വന്നു നോക്കിയപ്പോ നമ്മൾ പന്തൊരു ഫുട്ബോൾ പൊട്ടിയെടുക്കേണ്ട തീയൊക്കെ എന്താ മനസ്സിലായില്ല. അപ്പോൾ അത് ചെറിയ ഗുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പിന്നെ CCTV ഉണ്ട് ഇവിടെ. അത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് ഇവിടെ അതൊന്നും വരി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ലോങ് ആയിട്ടൊരു മണ്ണെണ്ണ ഒഴിച്ച പോലത്തെ സാധനം എറിയുന്നുണ്ട്. പുറത്തേക്ക് ആദ്യം വന്നത്, എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അകത്തേക്ക് ഇട്ടുകയാണ്. അപ്പോൾ ഇവിടെ ആകെ കത്തി കരിവാളിപ്പും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ കത്തിക്ക്, പിന്നെ വാതിലിന്റെ അവിടെ ചെറുതായിട്ട് ഒരു കത്തിയൊരു ഇത് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഗുണ്ട് പൊട്ടാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് വന്നിട്ട് പുറത്ത് മാറ്റി വെച്ചേക്കാണ്. പൊട്ടാത്ത നിലയിൽ ഒരു ഗുണ്ടും സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. ഹെൽമറ്റ് ധരിച്ച യുവാവ് വീട്ടിലെത്തി സ്ഫോടക വസ്തു വീട്ടിലേക്ക് കത്തിച്ചെറിയുന്ന ദൃശ്യവും ശബ്ദവും തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. വീടിന്റെ ഗേറ്റിനു മുകളിൽ CPMന്റെ കൊടി നാട്ടിയാണ് യുവാവ് രക്ഷപ്പെട്ടത്. ചങ്ങരംകുളം പോലീസും ബോംബ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ആളുമാറിയാണ് പ്രതി റാഷിദിന്റെ വീട്ടിൽ അക്രമം നടത്തിയതെന്നാണ് നിഗമനം. ചങ്ങരംകുളത്തെ മൊബൈൽ ഷോപ്പിൽ നിന്നും പ്രതിയുടെ ബന്ധു തവണ വ്യവസ്ഥയിൽ മൊബൈൽ എടുത്തതുമായി തർക്കമുണ്ടായിരുന്നു. ആ ഷോപ്പിന്റെ ഉടമയാണെന്ന് കരുതി ആളുമാറിയാണ് മറ്റൊരു മൊബൈൽ ഷോപ്പിന്റെ ഉടമ കൂടിയായ റാഷിദിന്റെ വീട്ടിൽ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് വിവരം. സംഭവത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. ഒരു പടക്കം പോലെ എന്താ കാണാണ്ട്, ബോംബാണോ എന്താന്ന് വെച്ചാൽ തന്നെ. അപ്പൊ ഞാൻ വരണമെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കിടക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ പലരും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇവരെ അറിയുന്നത്. ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം വീടിന്റെ ഉമ്മറത്ത് സിറ്റ് ഔട്ടിൽ നമ്മൾ പടക്കമൊക്കെ കത്തിച്ചുണ്ടാവുന്ന അവശിഷ്ടങ്ങളും, അതുപോലെ അവിടെ ഒരു പന്ത് തന്നെ അത് കത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ വാതിലിന് ചെറിയ പരിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിക്കാതെ മാതിരി ഒരു ചുവന്ന കൊടിയും കെട്ടി തൂക്കി പോയിട്ടുണ്ട്. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരില് ഒരാള് മുറ്റത്ത് വന്നിട്ട്
ഒരു ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോണത് കണ്ട്. പെരുമ്പടപ്പ് വന്നേരി നൂണക്കടവ് കോൾപ്പടവിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തി. വന്നേരി പുഞ്ചപാർക്കിന് പിൻവശത്തുള്ള പാടശേഖരങ്ങളിലെ ഉപതോടുകളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. ബ്രാൽ, ചെമ്പല്ലി തുടങ്ങി വലിയ മത്സ്യങ്ങൾക്കൊപ്പം ചെറു മത്സ്യങ്ങളും ചത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു പ്രവേശനം. കഴിഞ്ഞ മാസം 2 ഞായറാഴ്ചകളിൽ യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. ഗേറ്റ് പൂട്ടിയ സാഹചര്യത്തിലായിരുന്നു ഇത്. തുടർന്ന് സർക്കാർ 2020 കൊണ്ടുവന്ന സെമിത്തേരി നിയമപ്രകാരം വിശ്വാസികൾക്ക് കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി ആരോപിച്ച് മുഖ്യമന്ത്രി, മന്ത്രിമാർ, മനുഷ്യാവകാശ കമ്മീഷൻ, ചീഫ് സെക്രട്ടറി, DGP എന്നിവർക്ക് ഇടവക പരാതി നൽകി. ജനുവരി 1 ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഇരുവിഭാഗവുമായി ചർച്ച നടത്തി. തൃശൂർ ഭദ്രാസനത്തിൽ 2017 സുപ്രീംകോടതി വിധിക്ക് ശേഷം പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി, തൃശൂർ ഭദ്രാസനത്തിലെ ചേലക്കര, മാന്നാമംഗലം എന്നീ പള്ളികൾ ഉൾപ്പെടെ കേരളത്തിലെ 60 പള്ളികളാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ചത്. എന്നാൽ 59 ദേവാലയങ്ങളിലും സെമിത്തേരിയിലേക്ക് പ്രവേശിച്ച് കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ലെന്നും ചാലിശ്ശേരിയിൽ മാത്രമാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നതെന്നും യാക്കോബായ വിഭാഗം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ മാസം സുപ്രീംകോടതി സെമിത്തേരികളിൽ പ്രവേശിക്കുന്നതിന് മാർഗനിർദ്ദേശവും നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ ഭരണകൂടം റവന്യൂ പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തി യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ അനുവാദത്തിന് ഉത്തരവിടുകയായിരുന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി 100 കണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിലെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി സമാധാനപരമായി മടങ്ങി. ചാലിശ്ശേരി SHO R കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് സുരക്ഷയൊരുക്കി. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ അപ്രതീക്ഷിത സന്ദർശനം. തിരുനാൾ കഴിഞ്ഞതിന്റെ 8ാമിടത്തിന്റെ ഭാഗമായി കൊടിയിറക്കുന്നതിനിടെയാണ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ദേവാലയത്തിലെത്തിയത്. തുടർന്ന് ഇടവക വിശ്വാസികൾക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കൊടിയിറക്കിയതിനെ തുടർന്ന് ജൂബിലി പതാക മാർ ആൻഡ്രൂസ് താഴത്ത് കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് നടന്ന ആവേശം നിറഞ്ഞ ലേലം വിളിയിലും മാർ ആൻഡ്രൂസ് താഴത്ത് പങ്കെടുത്തു. 4 കോഴിമുട്ടകൾ 1000 രൂപയ്ക്ക് ലേലം വിളിയിലൂടെ സ്വന്തമാക്കിയ ബിഷപ്പ് അത് ഇടവക അംഗങ്ങളായ 4 പേർക്ക് സമ്മാനിച്ചാണ് മടങ്ങിയത്. വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ തുടങ്ങിയവർ ബിഷപ്പിനെ സ്വീകരിച്ചു. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അപ്രതീക്ഷിത സന്ദർശനത്തിന്റെ സന്തോഷത്തിലാണ് ഇടവക വിശ്വാസികൾ ചടങ്ങുകൾക്ക് ശേഷം ദേവാലയത്തിൽ നിന്നും മടങ്ങിയത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിന് മിനുസമുള്ള അവസ്ഥയിലായപ്പോഴാണ് റോഡിൽ സ്പീഡ് ബ്രേക്കിംഗ് ഹമ്പുകൾ നിർമ്മിച്ചത്. ഇത് നിരവധി അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. റോഡ് അപാകതയുള്ള ഭാഗം കഴിഞ്ഞ ദിവസം പുനർനിർമ്മാണം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഹമ്പുകൾ നീക്കം ചെയ്യുന്നതിന് പകരം ഉയരം കൂട്ടി പുതിയ ഹമ്പുകൾ നിർമ്മിക്കുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ചുങ്കത്തെ ഒരു കാലത്ത് റോഡിന്റെ അപാകത കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരുന്നു. അത് റോഡ് പണിതയിലുള്ള മിസ്റ്റേക്കാണ്. ഇപ്പൊ ആ റോഡിന്റെ അത് പൊളിച്ചിട്ട് പുതിയൊരു പണിതിട്ടുണ്ട്. ഇപ്പൊ അതിന് പ്രശ്നങ്ങളില്ല. അപ്പൊ ഈ ഹമ്പ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം. കാരണം വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ ഹമ്പ് അയച്ചു കൂട്ടിയിട്ടാണ് ഇട്ടേണ്ടത്. പിന്നെ ട്രാഫിക് ജാമും വരുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അത് എടുത്തു മാറ്റാൻ പറ്റിച്ച അവിടുത്തെ കുറെ ആൾക്കാർക്ക് ഒരു ഉപകാരമായി തീരും. റോഡിന്റെ ഒരു വശത്ത് കുഴിയുള്ളതിനാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയും പരിസരത്തെ കടകളിലേക്ക് വെള്ളം തെറിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു.
സിംഗിൾ ലൈൻ വരയ്ക്കുക. ഇവിടെ റൂട്ട് തെറ്റി, ലൈൻ തെറ്റി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരുന്നു. ഹമ്പിൻ്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് വണ്ടികൾ എളുപ്പവഴി ഇവിടെ പോകാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു മെമ്മോറാണ്ടം പരാതി PWD ഓഫീസർക്ക് നൽകിയിട്ടും ഇതുവരെയായിട്ടും ഇതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. കടപ്പുറം പഞ്ചായത്ത് തീരോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് പതാക ഉയർത്തി. തീരോത്സവത്തിനോടനുബന്ധിച്ച് അഞ്ചങ്ങാടിയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഡോക്ടർ PT ഷൗജാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊട്ടാപ്പു ബീച്ചിൽ കൂട്ടയോട്ടം സമാപിച്ചു. 10 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന തീരോത്സവം ജനുവരി 20-ന് സമാപിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP മൻസൂർ അലി, ശുഭ ജയൻ, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചേരുന്ന CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കുന്നംകുളം ഗുരുവായൂർ റോഡിൽ റോയൽ പെട്രോൾ പമ്പിന് സമീപം തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. മർത്തങ്കോട് ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-യോടെയാണ് തീപിടുത്തമുണ്ടായത്. ഐഫ ഫർണിച്ചർ ഷോപ്പിലേക്ക് ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന മർത്തങ്കോടുള്ള നിർമ്മാണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. സ്ഥലത്ത് അതിഥി തൊഴിലാളികളും ഉണ്ടായിരുന്നു. നിർമ്മാണശാലയോട് ചേർന്ന് അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന പ്രത്യേക മുറിയിലാണ് തീ ആദ്യം കണ്ടത്. ഷോർട്ട് സർക്യൂട്ടാണെന്ന് കരുതുന്നു. ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി നിയന്ത്രണ വിധേയമാക്കി. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സൗജന്യ ക്യാൻസർ സാധ്യത നിർണയ നേത്രരോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് വികാരി ഫാദർ ബെഞ്ചമിൻ OSC ഉദ്ഘാടനം ചെയ്തു. ഇടവക ട്രസ്റ്റി PB ബിജു അധ്യക്ഷനായി. ഓങ്കോളജിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ഷീന ജോയ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ അക്ഷയ്, ഡോക്ടർ നിഷ ബാലൻ, പള്ളി സെക്രട്ടറി MM ഗിരീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജീവിതശൈലി രോഗപരിശോധനയും ക്യാമ്പിൽ നടന്നു. ചെറുപ്രായത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ശ്രദ്ധേയരായ കുട്ടികൾക്ക് സ്നേഹ സമ്മാനങ്ങളുമായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരെത്തി. എരുമപ്പെട്ടി മുണ്ടങ്കോട് ഗ്രാമത്തിലെ കുട്ടികൾക്കാണ് അവരുടെ ആഗ്രഹമായിരുന്ന ഫുട്ബോളും ജേഴ്സിയും സമ്മാനിച്ചത്. കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ കരോൾ നടത്തിയ 12 പേരടങ്ങുന്ന കുട്ടിസംഘമാണ് നന്മയുടെയും കരുണയുടെയും മാതൃക കാഴ്ചവെച്ച് ശ്രദ്ധേയരായത്. കരോൾ നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് തനിച്ച് താമസിക്കുന്ന നിരാലംബയായ വീട്ടമ്മയ്ക്ക് ക്രിസ്മസ് ദിനത്തിൽ കേക്കും പലവ്യഞ്ജനങ്ങളുമടങ്ങിയ ഭക്ഷ്യക്കിറ്റും നൽകിയാണ് ഇവർ സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകിയത്. ഫുട്ബോളും ജേഴ്സിയും വാങ്ങാനാണ് ഇവർ കരോൾ നടത്തിയത്. ഇതിനിടയിലാണ് നെല്ലുവായ് തേക്കുമുറി ലക്ഷ്മിയമ്മയുടെ വീട്ടിലെത്തിയത്. ഇവിടെ കരോൾ നടത്തണ്ടാന്നും നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മിയമ്മ കുട്ടികളെ അറിയിച്ചു. ഇവരുടെ സാഹചര്യം തിരിച്ചറിഞ്ഞ കുട്ടികൾ അന്നേ ദിവസം തങ്ങൾക്ക് ലഭിച്ച പണം ലക്ഷ്മി അമ്മയ്ക്ക് നൽകുകയും ക്രിസ്മസ് ദിനത്തിൽ കേക്കും ഭക്ഷ്യവസ്തുക്കളുമായി എത്തി കേക്ക് മുറിച്ച് ലക്ഷ്മി അമ്മയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു. കുട്ടികൾ കാഴ്ചവെച്ച മാതൃകാപരമായ പ്രവർത്തനം CCTV റിപ്പോർട്ട് ചെയ്യുകയും ഈ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. വാർത്ത കണ്ടതിനെ തുടർന്നാണ് ഷെയർ ആൻഡ് കെയർ പ്രവർത്തകർ കുട്ടികൾക്ക് സമ്മാനപ്പൊതികളുമായി എത്തിയത്. വാർഡ് മെമ്പർ NP അജയന്റെയും CCTV റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയുടെയും സാന്നിധ്യത്തിൽ ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ കുട്ടികൾക്ക് ഫുട്ബോളുകളും ജേഴ്സികളും സമ്മാനിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ പുസ്തകങ്ങളും കുട്ടികൾക്ക് നൽകി. സംഘടനാ അംഗങ്ങളായ ഷമീർ ഇഞ്ചിക്കാലയിൽ, ജിനാഷ് തെക്കേക്കര, AA ഹസൻ, PM ബെന്നി, EMK ജിഷാർ, ജിനീഷ് നായർ എന്നിവരും സന്നിഹിതരായിരുന്നു. കാർത്തിക്, ഹവീൺ, ശങ്കർദേവ്, അമൽ കൃഷ്ണ, അഗ്നിദേവ്, അശ്വജിത്ത്, നിരഞ്ജൻ, നീരജ്, അനൈക്, പ്രണക്, ഗൗതം, ദേവാനന്ദൻ എന്നിവരടങ്ങുന്ന കുട്ടിസംഘമാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് CCTVയിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷെ അത് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന കുന്നംകുളത്തെ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടുത്തെ വാർഡ് മെമ്പറുമായി അജയേട്ടനുമായി ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്കൊരു ഫുട്ബോൾ വാങ്ങാനും ജേഴ്സി വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ പരിശ്രമങ്ങളൊക്കെ നടത്തിയത്. സ്വപ്നമൊക്കെ മാറ്റിവെച്ച് ആ അമ്മൂമ്മയുടെ സന്തോഷത്തിൽ പങ്കാളികളായി ഈ ചെറുപ്രായത്തിലെ കുട്ടികൾ എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ആ സ്വപ്നം, ഫുട്ബോളും ജേഴ്സിയും എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതും നേരിൽ വന്ന് അവരെ അഭിനന്ദിക്കണം എന്നും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ഗ്രാമത്തിലെത്തിയത്. അവരുടെ ഇത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ
പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും ഉച്ചയ്ക്ക് 2 വീടുകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. രാത്രി 7 മണിക്ക് വേസ്പര, കൂടുതുറക്കൽ എന്നിവയ്ക്ക് ശേഷം രാത്രി 10:30 അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് മെഗാ ഫ്യൂഷൻ അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15 ദിവ്യബലിയും 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് രാമനാഥപുരം രൂപത ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വർണ്ണക്കുടകളും ബാൻഡ് വാദ്യവുമായി ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടന്നു. വൈകിട്ട് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അമ്പ്, വള, തേര് എഴുന്നള്ളിപ്പുകളുമുണ്ടായി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാരായ ഇഗ്നേഷ്യസ് തട്ടിൽ, വിൻസെന്റ് പുലിക്കോട്ടിൽ, ജോൺസൺ ചാലക്കൽ, ജനറൽ കൺവീനർ തോമസ് അന്തിക്കാട് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളോടും വിവിധ കലാപരിപാടികളോടും കൂടിയാണ് തിരുവാതിര മഹോത്സവം ആഘോഷിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7-ന് ക്ഷേത്രാങ്കണവേദിയിൽ തിരുവാതിരക്കളികൾ അരങ്ങേറി. ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തിരുവാതിര മഹാമഹത്തോടനുബന്ധിച്ച് രാവിലെ വിശേഷാൽ ചടങ്ങുകൾ നടക്കും. അതിരാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകങ്ങൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നിവയുണ്ടാകും. രാവിലെ 6:30 ശ്രീപാർവതിക്ക് പട്ടും താലിയും ചാർത്തി താമ്പൂല സമർപ്പണം, ശേഷം നടക്കൽപ്പറ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. 10 മണിക്ക് നവകം, പഞ്ചഗവ്യം, പ്രത്യേക സൂക്തപുഷ്പാഞ്ജലികളുടെ പ്രസന്നപൂജയും 11 മണി മുതൽ തിരുവാതിര ഊട്ടും ആരംഭിക്കും. വൈകിട്ട് 5 മണി മുതൽ ആരംഭിക്കുന്ന നടക്കൽപ്പറ ശ്രീപാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തി താമ്പൂല സമർപ്പണം അത്താഴപൂജ വരെ തുടരും. 6 മണിക്ക് നിറമാല, ദീപാലങ്കാരം, ദീപാരാധന. രാത്രി 7-ന് ആലങ്കോട് മണികണ്ഠനും സംഘവും നടത്തുന്ന പഞ്ചാരിമേളവും അരങ്ങേറും. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PV കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി KA അജീഷ്, ട്രഷറർ KK ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് നിറമാലയോടനുബന്ധിച്ച് പട്ടും താലിയും ചാർത്തൽ, പാതിരാപ്പൂ ചൂടൽ എന്നിവയുണ്ടായി. ആളൂർ ശ്രീരുദ്ര സമാജത്തിലെയും നാട്ടുകൂട്ടം കലാ സാംസ്കാരിക വേദിയിലെയും കുട്ടികളും മുതിർന്നവരും ചേർന്ന് തിരുവാതിരക്കളി അവതരിപ്പിച്ചു. തിരുവാതിര ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും, ശ്രീപാർവതിക്ക് പട്ടും താലിയും ചാർത്തൽ, കൂവ നിവേദ്യം, ശ്രീ പരമേശ്വരന് 1000 കുടം ധാര, ചെറുപവമാന സൂക്ത ഭസ്മാഭിഷേകം തുടങ്ങിയവയും വൈകിട്ട് നിറമാലയും ഉണ്ടാകും. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായാണ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയെ തുടർന്ന് രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ, വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും ഉച്ചതിരിഞ്ഞ് 5:30-നും ദിവ്യബലികൾ നടന്നു. രാവിലെ 10-ന് പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികൾ ബാൻഡ് വാദ്യത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെ അണിനിരന്ന പ്രദക്ഷിണവും നടന്നു. രാത്രി 11-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ് ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമേൽ, കൈക്കാരന്മാരായ PA സ്റ്റീഫൻ, ജോൺസൺ കാക്കശ്ശേരി, CK ജോയ്, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച പെരുമ്പിലാവ് നെടിയേടത്തു വീട്ടിൽ നന്ദന്റെ ചികിത്സയ്ക്കായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളിൽ നിന്നും ധനശേഖരണം നടത്തി. മേഖലയിലെ മുസ്ലിം ദേവാലയങ്ങളുടെ ഉദാത്ത മാതൃക. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ, പരുവക്കുന്ന് മഹല്ല് മസ്ജിദ്, ആൽത്തറ ജുമാ മസ്ജിദ്, കൊരട്ടിക്കര മഹല്ല് മസ്ജിദ് തുടങ്ങിയ കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ പള്ളികളിൽ നിന്നുമാണ് നന്ദന്റെ ചികിത്സയ്ക്കാവശ്യമായ ഫണ്ട് ശേഖരണം നടത്തിയത്. നന്ദനുവേണ്ടി വെള്ളിയാഴ്ച പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ് നന്ദൻ. പള്ളികളിലെ മഹല്ല് ഭാരവാഹികൾ ചേർന്ന് നന്ദൻ ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ PI രാജേന്ദ്രൻ, KE സുധീർ എന്നിവർക്ക് തുക കൈമാറി. ചെറുനെല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ശനി, ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്.
ശനിയാഴ്ച രാവിലെ 7-ന് ചൊവ്വന്നൂർ ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടയിൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പുണ്ടായി. വൈകിട്ട് 6-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പ്രസ്തേന്തി വാഴ്ച എന്നിവയ്ക്ക് ശേഷം രൂപം എഴുന്നള്ളിപ്പും നടന്നു. രാത്രി 10-ന് അമ്പ് സമാപനത്തെ തുടർന്ന് മെഗാവാദ്യമേളം അരങ്ങേറി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച 10:30-ന് ഇയാൽ ഇടവക വികാരി ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. കുറുമാൽ ഇടവക വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30-ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴയുമുണ്ടായി. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ CC കുര്യൻ, KO വിൽസൺ, ജനറൽ കൺവീനർ CL പെൻസൺ തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മുരിങ്ങത്തേരി സിസിലി കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ഫോറസ്റ്റ് സ്നേക്ക് ക്യാച്ചർ അഷ്റഫ് പഴവൂർ എത്തി പാമ്പിനെ പിടികൂടി പിന്നീട് വനത്തിൽ വിട്ടു. മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിലെ മേരി മാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ഞായർ, തിങ്കൾ തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ വൈകിട്ട് 6 മണിക്കുള്ള നവനാൾ കുർബാനയ്ക്ക് ഫാദർ ആൻഡ്രൂസ് സേവിയർ SJ, ഫാദർ ആൻഡ്രൂസ് എലവത്തിങ്കൽ, ഫാദർ നവീൻ മുരിങ്ങാത്തേരി, ഫാദർ പോൾ അറയ്ക്കൽ, ഫാദർ ലിയോ പുത്തൂർ, ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 11-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് പ്രസ്തേന്തി വാഴ്ച, വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ്, വള എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. വിവിധ കമ്മിറ്റികളുടെ അമ്പ്, വള പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജസ്റ്റിൻ കൈത്താരത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 മണിക്ക് ലതീഞ്ഞ്, നൊവേന, തുടർന്ന് അങ്ങാടി ചുറ്റി തിരുനാൾ പ്രദക്ഷിണം പള്ളിയിലെത്തി. 7 മണിക്ക് കൊച്ചിൻ ഗോൾഡൻ ബീഡ്സിന്റെ ഗാനമേളയും അരങ്ങേറും. തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളി ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ റോയ് അക്കര, കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജോസ് ചിറ്റിലപ്പിള്ളി, ജാർലി റോബർട്ട്, പബ്ലിസിറ്റി കൺവീനർമാരായ റെജി മണ്ടുമ്പാൽ, ജെയിംസ് വടക്കൻ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. CV ഹാളിൽ നടന്ന യോഗത്തിൽ VK ശ്രീരാമൻ അധ്യക്ഷനായി. പ്രമുഖ നോവലിസ്റ്റ് സാറ ജോസഫ്, കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. VC ഗീവർഗീസ് മാസ്റ്റർ സ്വാഗതവും PS ഷാനു നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരിയിൽ കരാട്ടയിൽ റെക്കോർഡ് പ്രകടനം. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാട്ടയുടെ നേതൃത്വത്തിലാണ് റെക്കോർഡ് പ്രകടനം നടന്നത്. ഫെഡറേഷന് കീഴിലുള്ള 6000-ഓളം കരാട്ടെ വിദ്യാർത്ഥികൾ ചരിത്രം കുറിച്ച പ്രകടനത്തിൽ പങ്കെടുത്തു. ഒറ്റ ഫെഡറേഷന് കീഴിലുള്ള ഇന്ത്യക്കാരായ 6012 കരാട്ടെ വിദ്യാർത്ഥികളാണ് അണിനിരുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കരാട്ടെ താരങ്ങൾ മൈതാനത്ത് എത്തിത്തുടങ്ങിയിരുന്നു. നിശ്ചയിച്ച സ്ഥാനത്ത് അണിനിരുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ വിസ്മയപ്രകടനത്തിന് നേതൃത്വം നൽകി. ഗിന്നസ് സുനിൽ ജോസഫ് ലോക റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. ക്യാപ്റ്റൻ മുഹമ്മദ് ആസിഫ് ഷെരീഫി, മുഹമ്മദ് ആഷിഖ് എന്നിവരെ ആദരിച്ചു. ചടങ്ങ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി MB രാജേഷ് പതാക ഉയർത്തി. ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, സംഘടനാ സെക്രട്ടറി ജനറൽ റിനീഷ് വിനൂപ് NS, ഡോക്ടർ മുഹമ്മദ് ഷെലിൻ, ഗിന്നസ് സത്താർ ആദൂർ, CK സുഷി, യൂസഫ് പണിക്കവീട്ടിൽ, KC കുഞ്ഞൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 16-ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുമന സുഗതൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, കുടുംബശ്രീ പേഴ്സൺ നകുല പ്രമോദ്, പഞ്ചായത്ത് മെമ്പർമാരായ NP അജയൻ, സ്വപ്ന പ്രദീപ്, ES സുരേഷ്, PM സജി, ADS ചെയർപേഴ്സൺ ബീന രമേശ്, ഇന്റേണൽ ഓഡിറ്റർ നിത്യ ബിജു എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിനെ വാഴിക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഗതിയൂർ ചിറ്റഴി വീട്ടിൽ ഗിരീഷാണ് പുതിയ കോമരം. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരം ലക്ഷ്മണൻ നായർ അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ വെളിച്ചപ്പാടായി അക്കിക്കാവ് ചിറ്റഴി ഗിരീഷിനെ കോമരമായി അവരോധിച്ചത്.
രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് കലശാട്ടം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി, ക്ഷേത്രം മേൽശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഊരാള കുടുംബാംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ആചാര്യവരണത്തിന് ശേഷം തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. 14-ന് ഉത്സവബലിയും 15-ന് പള്ളിവേട്ടയും നടക്കും. 16-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി KP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശങ്കുണിരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ഇടവക ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെയും കന്യകാമറിയത്തിന്റെയും എവുപ്രാസ്യമ്മയുടെയും 278-ാം ഇടവക തിരുനാൾ മഹോത്സവം ഭക്തിനിർഭരമായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഫാദർ ഡോക്ടർ ജിഫി മേക്കാട്ടുകുളത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തിരുനാൾ പ്രസുതേന്തി വാഴ്ച, തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടന്നു. ഫാദർ ഡിറ്റോകുള തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ബ്രിൽവിൽ ഒലക്കെങ്കിൽ സഹകാർമ്മികനായി. വൈകിട്ട് 5-ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. രാത്രി 7 മണിക്ക് വർണ്ണമഴ, ബാൻഡ് വാദ്യം എന്നിവയുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാനയും ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്കു വേണ്ടി വലിയ ഒപ്പീസും നടക്കും. വൈകിട്ട് 7 മണിക്ക് ദേവാലയാങ്കണത്തിൽ ഗാനമേള അരങ്ങേറും. 19-ാം തീയതി ഞായറാഴ്ച തിരുനാൾ 8-ാം ഇടം നടക്കും. അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് ഇടവക ദിനവും കുടുംബക്കൂട്ടായ്മ സംയുക്ത വാർഷികവും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലിപോൾ CMC അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിരുനാൾ ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം, കൈക്കാരന്മാരായ KG ബാബു, പേൾജുബി ചുങ്കത്ത്, CN ഇമ്മാനുവേൽ, സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ആൻജോസ് CMC, തിരുനാൾ ജനറൽ കൺവീനർ സാൻഡി അഗസ്റ്റിൻ, ജോയിന്റ് കൺവീനർ അൽഫോൺസ വിൽസൺ, വിവിധ കൺവീനർമാർ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിച്ചൂർ ശ്രീ വടമന ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമായി. വൈകിട്ട് 6:30-ക്ക് ചുറ്റുവിളക്ക്, ദീപാരാധന, ഭജന, 7:30-ക്ക് അയ്യപ്പക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മങ്കമാർ താലമെടുത്ത് ദശപുഷ്പം, പാതിരാപ്പൂ എന്നിവ ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് എട്ടങ്ങാടി ചുടൽ, ശിവനും പാർവതിക്കും ചന്ദ്രനും നിവേദ്യം എന്നിവയുണ്ടായി. തുടർന്ന് തിരുവാതിരക്കളിയും മറ്റു കലാപരിപാടികളും അരങ്ങേറി. അർദ്ധരാത്രിയിൽ പാതിരാപ്പൂ ചൂടൽ നടക്കും. തിരുവാതിര ദിവസമായ തിങ്കളാഴ്ച രാവിലെ 5-ന് നട തുറക്കൽ, ഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, മറ്റു വിശേഷാൽ പൂജകൾ, താമ്പൂലം, ചന്ദ്രക്കല സമർപ്പണം നടക്കും. ശേഷം ഉച്ചപൂജ, വൈകിട്ട് ചുറ്റുവിളക്കും ദീപാരാധനയും ഉണ്ടാകും. കാഞ്ഞിരമറ്റം ഉറൂസ് കമ്മിറ്റി വടുതല വട്ടംപാടത്തിന്റെ നേതൃത്വത്തിൽ 52ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കം കുറിച്ചു. ജനുവരി 10 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ് വടുതല വട്ടംപാടം ഫരീദൌലിയ നഗറിൽ ഉറൂസ് മുബാറക്ക് നടക്കുന്നത്. കഴിഞ്ഞ 52 വർഷമായി നടക്കുന്ന ഉറൂസ് മുബാറക്കിന് സ്നേഹസംഗമത്തോടെയാണ് തുടക്കമായത്. സ്നേഹസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ സെക്രട്ടറി KB ബഷീർ മുസ്ലിയാർ തൃശൂർ ആമുഖ പ്രഭാഷണം നടത്തി. മുഹമ്മദ് അലി വടുതല അധ്യക്ഷത വഹിച്ചു. വടുതല ജുമാ മസ്ജിദ് ഖത്തീബ് കമാലി സുബൈർ അൻവരി, സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കൊണ്ടാഴി വികാരി ഫാദർ കുര്യാക്കോസ് ജോൺസൺ, K ജയശങ്കർ, പ്രകാശൻ മുള്ളത്ത്, സുജീഷ്, ചന്ദ്രൻ കൊട്ടിലിങ്ങൽ, കുന്നംകുളം മുനിസിപ്പൽ മുൻ ചെയർമാൻ മുതുവമ്മൽ ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. മുതുവമ്മൽ ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് സഖാഫി മോഡറേറ്ററായിരുന്നു. മത, രാഷ്ട്രീയ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. OB ഹക്കീം സ്വാഗതവും മിദ്ലാജ് നന്ദിയും പറഞ്ഞു. സയ്യിദ് അൻവർ സാദത്ത് സഅദി, നിസാമി അൽ അർഷദി നടുവട്ടം, അബ്ദുൾ ഹക്കീം അഹ്സനി തൊഴിയൂർ തുടങ്ങിയവർ മതപ്രഭാഷണം നടത്തി. തിങ്കളാഴ്ച നടത്തുന്ന ദുആ മജ്ലിസിന് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി നേതൃത്വം നൽകും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മൗലീദ് പാരായണവും തുടർന്ന് പതാക ഉയർത്തലും ഭക്ഷണ വിതരണവും ഉണ്ടാകും. പരിപാടികൾക്ക് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി വരുന്നു. GCC ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് മുക്കിലപ്പിടുകയും ചേർന്ന് നടത്തുന്ന 2ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം പ്രശസ്ത സിനിമാ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി നിർവഹിച്ചു. GCC ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജു ജേക്കബ്, K ബാബു നാസർ, TM കുഞ്ഞുകുട്ടൻ, CV മണികണ്ഠൻ, AM ഇക്ബാൽ, PK മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ ചാലിശ്ശേരി സ്കൂൾ മൈതാനിയിലാണ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക. അംഗൻവാടി പ്രവർത്തകരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുന്നതുവരെ കേന്ദ്ര സർക്കാർ അടിസ്ഥാന ശമ്പളം 26,000 രൂപയും
പെൻഷൻ 10,000 രൂപയാക്കിയും ഉയർത്തണമെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ചാവക്കാട് പ്രൊജക്ട് സമ്മേളനം ആവശ്യപ്പെട്ടു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രിയ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പ്രേമലത, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ഏരിയ പ്രസിഡന്റ് KM അലി എന്നിവർ സംസാരിച്ചു. പോഷൻ ടാക്കർ അപാകതകൾ പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പ്രിയ മനോഹരൻ, സെക്രട്ടറി റെൻസി ബക്കർ എന്നിവരെയും തെരഞ്ഞെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രപ്പറമ്പും പരിസരവും എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വൃത്തിയാക്കി. ശുചീകരണത്തിന് പ്രസിഡന്റ് സജനത്ത്, സെക്രട്ടറി ബിനിഷ, ട്രഷറർ സഫിയ എന്നിവർ നേതൃത്വം നൽകി. 25 ഹരിത കർമ്മസേനാംഗങ്ങൾ പങ്കെടുത്തു. കാട്ടകമ്പാൽ തിരുവാതിര വാണിയും ഗ്രാമോത്സവവും സമാപിച്ചു. 2 ദിവസം നീണ്ട ഗ്രാമോത്സവം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ രതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസ്, TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, ഷീജ സുഗതൻ, ബിന്ദു മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. PC ബിനോയ് സ്വാഗതവും NK അശോകൻ നന്ദിയും പറഞ്ഞു. വാർഷിക കാർഷിക വിപണന മേളയായ കാട്ടകമ്പാൽ വാണ്യത്തിന് തിരുവാതിര വിഭവങ്ങൾക്കുള്ള കൂവപ്പൊടി, വിവിധ ഇനം കിഴങ്ങുകൾ, മുറങ്ങൾ, മൺപാത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ വാണ്യ വിപണനത്തിനെത്തി. പണ്ടുകാലത്ത് ഗ്രാമീണ പരസ്പര സഹായ പദ്ധതിയായ ചങ്ങായിക്കുറി VP സണ്ണിയുടെ നേതൃത്വത്തിൽ വാണ്യപ്പറമ്പിൽ പുനരാവിഷ്കരിച്ചത് ഏറെ ശ്രദ്ധേയമായി. ആർട്ട് കമ്പാൽ എന്ന പേരിൽ ചിത്ര പ്രദർശനമുണ്ടായി. കലാസന്ധ്യയ്ക്കൊടുവിൽ കാണികളും വട്ടപ്പാട്ട് കലാകാരികളും ചേർന്ന് ഒരുമിച്ച് 100ഓളം പേർ കളിച്ച വട്ടക്കളി പുതിയ അനുഭവമായി. വാണ്യത്തിനും ഗ്രാമോത്സവത്തിനും കാട്ടകമ്പാൽ വാണ്യസമിതി ചെയർമാൻ MK സോമൻ, KV വിജയൻ, NS ഉണ്ണികൃഷ്ണൻ, KB ഷിബു, സുകേഷ് PS, KB സുദീപ്, സന്തോഷ് കൊളത്തേരി, സതീശൻ സ്രായിൽ, KV സിജോഷ്, വിനേഷ് പലാട്ടുമുറി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 4 ആരംഭിക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്ഷേത്രോത്സവ കലാപരിപാടികളിൽ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി എന്നീ ഇനങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകൾ ക്ഷേത്രം കൗണ്ടറിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 20. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 98 47 57 0504, മറ്റൊരു നമ്പർ 94 00 81 08 10. യുവകഥാകൃത്ത് പൊതിയഞ്ചേരി ഷമീറിന്റെ പൊതിയഞ്ചേരി പുരാണങ്ങൾ എന്ന പുസ്തകം പ്രകാശനത്തിനൊരുങ്ങുന്നു. സിനിമ, നാടകം, ടെലിഫിലിം എന്നിവയ്ക്ക് കഥകൾ രചിച്ചിട്ടുള്ള ഷമീറിന്റെ ആദ്യ കഥാസമാഹാരമാണ് പൊതിയഞ്ചേരി പുരാണങ്ങൾ. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ്, സംവിധായകൻ പ്രിയനന്ദൻ, അഭിനേതാക്കളായ സുനിൽ സുഗത, ഷൊർണൂർ മണി, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാം, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, കർഷക പുരസ്കാര ജേതാവ് M ബാലാജി തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ഹാർമോണിയം പബ്ലിക്കേഷൻസ് പ്രസാദനം ചെയ്യുന്ന പുസ്തകത്തിന്റെ ആമുഖം റഫീഖ് അഹമ്മദാണ് എഴുതിയിട്ടുള്ളത്. ഭാവനയുടെ അലങ്കാരങ്ങളില്ലാതെ ലളിതമായ ഭാഷയിൽ പൊതിയഞ്ചേരി ഗ്രാമത്തിന്റെ ചൂടും ചൂരും നഷ്ടപ്പെടാതെ പരുക്കനും നിഷ്കളങ്കവുമായ ഭംഗിയാണ് ഷമീറിന്റെ രചന. കലാരംഗത്തുള്ള സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പ്രചോദനമാണ് പൊതിയഞ്ചേരി പുരാണങ്ങൾ എന്ന സൃഷ്ടിയുടെ പുറകിലെന്ന് ഷമീർ പറയുന്നു. വളരെ ചെറുപ്പകാലം തൊട്ടിട്ടാണ്, ചെറിയ പ്രായത്തിൽ തന്നെ നാടകത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഒരു 16ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ പോയി തുടങ്ങി. ആ ഒരു കാലഘട്ടമാണ് ശരിക്കും എഴുത്ത് എന്ന ഒരു കലയോടുള്ളൊരു രീതിയിലേക്ക് എന്നെ എത്തിക്കുന്നത്. ഇതിനിടയിലാണ് ഒരു പുസ്തകം എന്ന രീതിയിലേക്ക് മനസ്സെത്തുന്നതും അങ്ങനെ പുസ്തകത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവുന്നതും അതിനൊരുപാട് ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നാടിനെക്കുറിച്ച്, പൊതിയഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് ഓർമ്മകൾ, കഥകൾ ഇതെല്ലാമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് വായിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഗ്രാമവുമായിട്ട് അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അവിടുത്തെ ഓർമ്മകൾ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തും. ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്.
കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ 1978-1985 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ജ്ഞാനപ്രകാശം ബഡീസിന്റെ സംഗമം സംഘടിപ്പിച്ചു. 2017 ഒക്ടോബർ 13 സ്ഥാപിതമായ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 6ാം തവണയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കുന്നത്. ജ്ഞാനപ്രകാശിനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പൂർവ്വ അധ്യാപകരായ സൈമൺ മാഷ്, സുരേന്ദ്രൻ മാഷ്, ജോണി മാഷ് എന്നിവരെ ആദരിച്ചു. മൺമറഞ്ഞുപോയ ഗുരുനാഥരെയും സഹപാഠികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു. അധ്യാപകരായ സൈമൺ മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ, ജോണി മാസ്റ്റർ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാകായിക പ്രകടനങ്ങളും സംഗമത്തിന്റെ ഭാഗമായി അരങ്ങേറി. 55ഓളം വിദ്യാർത്ഥികൾ സന്നിഹിതരായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാലയത്തിൽ പ്രാർത്ഥനാഗാനം ആലപിച്ചിരുന്ന വിദ്യാർത്ഥിനികളായ A ഷമീറ, CA ഷെമി, PH ഹസീന എന്നിവർ ആലപിച്ച പ്രാർത്ഥനയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. പൂർവ്വ വിദ്യാർത്ഥികൾ കഥകൾ, കവിതകൾ, പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ എന്നിവ അവതരിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി കമ്പവലി മത്സരവും നടന്നു. സുഭിക്ഷമായ ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ഫരീദ്, ഷാനവാസ്, രംബുദാസ് എന്നിവർ നേതൃത്വം നൽകി. KSU വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ TJ അനുശ്രീയെ ആദരിച്ചു. KSU വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിവേക് MG, KSU മണ്ഡലം സെക്രട്ടറി അലോഷി തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് പഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. നാലാംകല്ല് യുവധാര കലാവേദി ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി. വടക്കേക്കാട് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. യുവധാര കലാവേദി നാലാംകല്ല് ഓവറോൾ ട്രോഫിക്ക് പുറമെ ആർട്സ് ഇനത്തിൽ ഓവറോളും സ്പോർട്സ് ഇനത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് ചാമ്പ്യൻ പട്ടം നേടിയത്. സ്പോർട്സ് ഓവറോൾ NBC യമനേങ്ങാടും കരസ്ഥമാക്കി. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടന്ന സമാപന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ, വാർഡ് മെമ്പർ M ഗിരീഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. യൂത്ത് കോർഡിനേറ്റർ അജ്മൽ വയലത്തൂർ നന്ദി പറഞ്ഞു. തുടർന്ന് യുവധാര കലാവേദി പ്രവർത്തകർ വടക്കേക്കാടിൽ ട്രോഫിയുമായി ആഹ്ലാദ പ്രകടനം നടത്തി. ചൊവ്വലൂർ ഫാമിലി അസോസിയേഷൻ ഗുരുവായൂർ ബ്രഹ്മകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. കേന്ദ്ര സമിതി സെക്രട്ടറി CT ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CC വിനു അധ്യക്ഷത വഹിച്ചു. ഫാദർ ജെയ്സൺ ചൊവ്വലൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ സിൽവ ജോഷി, CA പിയൂസ്, CT ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ഐനൂർ പ്രിയദർശിനി റോഡ് പ്രദേശത്തെ പട്ടികജാതി കുടുംബങ്ങൾ സന്ദർശിച്ചു. KSKTU വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ, CPIM ബ്രാഞ്ച് സെക്രട്ടറി ഗോപി പട്ടയത്ത്, സാബു ഐനൂർ, മോഹനൻ കണ്ടിരുത്തി, MK സുന്ദരൻ, ചന്ദ്രൻ മനയോടത്ത് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ പട്ടികജാതി നഗറുകൾ സന്ദർശിച്ച് പൊതുവായ ആവശ്യങ്ങൾ മെമ്മോറാണ്ടം തയ്യാറാക്കി ജനുവരി 20 പ്രകടനമായി കാട്ടാങ്ങാമ്പാൽ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കുമെന്നും വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ അറിയിച്ചു. മലപ്പുറം വാത്ത മാർക്കറ്റ് കാർഷിക വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം നടത്തി. പെരിയമ്പലം ബ്ലോസം ഫാമിൽ വെച്ച് നടത്തിയ പരിപാടി പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് അഡ്മിൻ നാസർ പുള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിലെ 1025ഓളം മെമ്പർമാരുള്ള മലപ്പുറം വാത്ത മാർക്കറ്റ് കാർഷിക വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളിൽ നിന്നും വിവിധ കാർഷിക മേഖലകളിൽ നൈപുണ്യം തെളിയിച്ചവരെ ആദരിച്ചു. പുതിയ ലോഗോ പ്രകാശനവുമുണ്ടായി. യൂട്യൂബർ ഷിമിൽ HRC ലോഗോ പ്രകാശനം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകനും ഗ്രൂപ്പ് മെമ്പറുമായ സമദ് പറച്ചിക്കോട്ടിൽ വിത്ത് വിതരണം നടത്തി. ബോസം ഫാം മാനേജരും ഗ്രൂപ്പ് അഡ്മിനുമായ സുറൂർ അണ്ടത്തോട്, ജുമൈല, സുഹറ ആദവനാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ കാർഷിക അവബോധ ക്ലാസ്സിൽ അബ്ദുൾ റഷീദ് വൈശ്യം വീട്ടിൽ, ഡോക്ടർ ഹരികൃഷ്ണൻ, റസാഖ് ഹരിതഭൂമി എന്നിവർ ക്ലാസ് നയിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായി. ആൽത്തറ കേജ് സ്പോർട്ട് തായ്ക്കൊണ്ടോ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് മോണോ ആക്ടിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ സെൻഹ കബീറിന് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സെൻഹ കബീറിന്റെ വസതിയിൽ നടത്തിയ ചടങ്ങിൽ കേജ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ ബഷീർ താമരത്ത്, വുമൺസ് തായ്ക്കൊണ്ടോ അക്കാദമി പ്രസിഡന്റ് ലുബ്ന നദീർ, ഫാത്തിമ നസ്രീൻ, NM സുബൈർ, വാഹിദ എന്നിവർ പങ്കെടുത്തു. വടക്കേ പുന്നയൂർ വീട്ടിലെ വളപ്പിൽ കബീർ ആബിദ ദമ്പതികളുടെ മകളാണ് സെൻഹ കബീർ. വടക്കേക്കാട് IC ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് 5ാം വാർഡിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ മുരിങ്ങത്തേരി നവനീതം അങ്കണവാടിയിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ NP അജയൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് അഞ്ജലി, കൗൺസിലർ ജിഷ്ണുരാജ്, ദേവിക, രസ്ന, മൂസിന എന്നിവർ നേതൃത്വം നൽകി.
ചരമം കുന്നുകുളം തെക്കേപ്പുറം ആവേൻ വീട്ടിൽ ശ്രീധരൻ നിര്യാതനായി 78 വയസ്സായിരുന്നു. KSEB റിട്ടയർഡ് സബ് എഞ്ചിനീയറാണ് പരേതൻ. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS റിട്ടയർഡ് അധ്യാപിക സതീരത്നം ഭാര്യയാണ്. കുന്നംകുളം നഗരസഭ മുൻ കൗൺസിലർ ശ്രീജിത്ത്, പരേതയായ ശ്രീജിത എന്നിവർ മക്കളാണ്. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു. പാറന്നൂർ മലയത്ത് വീട്ടിൽ ഇന്ദിര നേശ്യാർ നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. രുക്മിണി, ശ്രീധരൻ, വിജയൻ എന്നിവർ സഹോദരങ്ങളാണ്. തമ്പുരാൻപടി കൂർക്കപ്പറമ്പിൽ ഗോവിന്ദൻ മകൻ ഭാസ്കരൻ നിര്യാതനായി 89 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ചന്ദ്രമതി ഭാര്യയാണ്. മനോജ് കുമാർ, സനൽകുമാർ, ഡോക്ടർ മനീഷ, ഷൈനി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി പഴയ വില്ലേജ് ഓഫീസിന് പിൻവശം താമസിക്കുന്ന നീട്ടിയത്ത് പുത്തൻകളത്തിൽ കൃഷ്ണഭവനിൽ പരേതനായ ചന്ദ്രശേഖരൻ ഭാര്യ NK രത്നം നിര്യാതയായി 81 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. സുധ മകളാണ്. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി പരേതനായ നമ്പാത്ത് ബാലകൃഷ്ണൻ ഭാര്യ ദേവയാനി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയവിജയൻ, ജിഷ, മനോഹരൻ, ജയൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ മേഖലയിൽ ഒരത്ഭുതമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സൃഷ്ടിച്ചതെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ വെട്ടുകാട് ആലത്തിയൂർ നാരായണൻ നമ്പി സ്മാരക അങ്കണവാടിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. നെടുമംഗല്യത്തിനും സുഖ ദാമ്പത്യത്തിനും വ്രതം നോൽക്കുന്ന തിരുവാതിരയാഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കാൻ ക്രമീകരണങ്ങളായി. മറ്റ് ശിവക്ഷേത്രങ്ങളിലും തിരുവാതിരയ്ക്കായി വിപുലമായ ഒരുക്കങ്ങൾ. ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീതി പരത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. കരിക്കാട് സ്വദേശി സബിത്താണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. പെരുമ്പടപ്പ് വന്നേരി നൂണക്കടവ് കോൾപ്പടവിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തി. പാടശേഖരങ്ങളിലെ ഉപതോടുകളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.